ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് മാത്രം കിട്ടുന്ന ബിസിനസ്സാണ് ഈ ഒരു അവസരമാണെന്ന് മാത്രം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ ഇതിലേക്ക് വരാനുള്ള കാരണങ്ങളൊക്കെ നോക്കാം. നമ്മൾ പ്രോഡക്റ്റ് തന്നെയാണ് ഈ ബിസിനസ്സിലേക്ക് എത്താനുള്ള കാരണം. നമ്മളെ ഭാര്യയ്ക്ക് ഒരു പീരിയഡ് സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിലൂടെ പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് ഇങ്ങനെ വിളിച്ച് അദ്ദേഹത്തിന്റെ മകൾക്ക് സുഖപ്പെട്ട സന്തോഷ വാർത്ത അറിയിച്ചതാണ് എന്നെ. അന്നേരം എനിക്കും ഈ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ ഞാനും അതിന്റെ ചികിത്സയിലായിരുന്നു ഭാര്യയുമായിട്ടുള്ള ആ ഒരു അസുഖത്തിന്. വുമൺ കമ്പാനിയൻ എന്ന ഉൽപ്പന്നം ഒരു 3 ബോട്ടിൽ എനിക്ക് അയച്ചു തന്നു അദ്ദേഹം. അവിടെ നിന്ന് ഇതിന്റെ വില എന്താണെന്നോ അല്ലെങ്കിൽ ഇത് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് അറിയില്ല, എനിക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ മകൾക്ക് സുഖപ്പെട്ടു. അത് എന്നോട് പറഞ്ഞതാ സന്തോഷം. എന്റെ മോൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്രയാസം മാറിയെന്ന് മാത്രം പറഞ്ഞതാണ്. എന്നാലും ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് മറ്റൊന്നും ചിന്തിച്ചില്ല. അയക്കാൻ പറഞ്ഞു, അദ്ദേഹം അയച്ചു. 1 മാസം കഴിച്ച് ഇവിടെയും സുഖപ്പെട്ടു. ഇതാണ് ഇതിലേക്ക് വരാനുള്ള കാരണം. വെസ്റ്റേൺ ഗൾഫ് പോയി അവനൊരു വിസ അയച്ചു തന്നു. ഒരു 20-27 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ ഏകദേശം എക്സിറ്റ് അടിച്ച് ഇവിടെ വന്ന് പിന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് പ്രയാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു പണി തുടങ്ങാം എന്നുള്ള ഇതിനൊരു ഫ്ലോർ മില്ല് തുടങ്ങി. അതിപ്പോഴും സുഖമായിട്ട് നടന്നു പോകുന്നുണ്ട്. ആ ഒരു ഫ്ലോർ മില്ല് ഏകദേശം 5-8 ലക്ഷം റുപ്യ മുടക്കിയിട്ട് അത് തുടങ്ങാൻ സമയമായപ്പോഴാണ് ഉമർ ഉസ്താദിന്റെ ഈ ഒരു പരിചയപ്പെടുത്തൽ വുമൺ കമ്പാനി. അപ്പോൾ ആ ഫ്ലോർ മില്ലിനെ എന്ത് ചെയ്തു, കുട്ടികൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ ഇതിമിലാണ് അങ്ങോട്ട് കൂടി. അന്നൊക്കെ എനിക്ക് ഈ ബിസിനസ് എന്താണെന്നോ അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ വ്യാപ്തി ഇത് അങ്ങേയറ്റത്തെന്നോ എന്റെ അടുത്തുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു മരുന്നാണ് വുമൺ കമ്പാനി. ഇത് കൊടുത്തിന്റെ ഭാര്യക്ക് മാറി, ഉമർ ഉസ്താദിന്റെ കുട്ടിക്ക് മാറി. ഇത് എന്തുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് സ്പ്രെഡായി. പിന്നെ ഇതിൽ നല്ല ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഉമർ ഉസ്താദ് പറഞ്ഞു 14-കാരന്റെ ചുറുചുറുക്കുള്ള കവചപ്രാസം എന്നുള്ള ഒരു ലേഖയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് കിട്ടാൻ അയച്ചുകൂടി ഞാനത് കഴിക്കാൻ തുടങ്ങി. എനിക്കും തന്നെ അതിന്റെ ഒരു ഫീല് കിട്ടി. അത് അങ്ങോട്ട് കച്ചവടം തുടങ്ങിയിട്ട് ഒരു ദിവസം 7,000, 8,000, 6,000 ഒക്കെ രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് വരാൻ തുടങ്ങി. അന്നേരം ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് ഈ ബിസിനസ്, ഇതാണ് കച്ചവടം. ഇത് മാൻ പവർ, അതായത് ജനങ്ങളിലേക്ക് എത്തിച്ച് അവരിലൂടെ ബിസിനസ് വ്യാപിക്കുന്ന കഥയൊന്നും എനിക്കും അറിയില്ല, ഉസ്താദിനും അറിയില്ല. അങ്ങനെ കച്ചവടം തുടങ്ങി, നല്ല പൈസ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ മില്ലിലുള്ള മോനോടും അനിയത്തിന്റെ മകളോടും പറഞ്ഞ് നിങ്ങൾ രണ്ടാൾ തുടങ്ങിക്കോളെ, കണക്കുകൾ കറക്റ്റാക്കി നിങ്ങൾ കൊണ്ടുപോയാൽ മതി, ഞാൻ ഇങ്ങനെ ഇതിമിൽ പോകുന്നു. അപ്പോൾ എന്റെ കച്ചവടം വ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത് അയച്ചു തരുന്ന ഉമർ ഉസ്താദിന്റെ ലീഡേഴ്സിന്റെ അവിടെ റമീസ് സാർ, അതുപോലെ അയ്യൂബ് സാറൊക്കെ ഇവർ എന്നെ നോട്ട് ചെയ്യാൻ തുടങ്ങി. മലപ്പുറം ജില്ലക്ക് നല്ല സാധനം പോകണല്ലോ, ആരാണ് ഈ ആള്? അപ്പൊ അബ്രഹ്മാൻ എന്നുള്ള പേരുള്ള ആൾ അഡ്രസ്സും നമ്പറും വാങ്ങി എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറയാണ് എനിക്ക് നിങ്ങളെ വീടൊന്ന് കാണാൻ പോയിട്ടുണ്ട്, മലപ്പുറം ജില്ലയിൽ വന്നിട്ട് നിങ്ങളെ വീട് ഞങ്ങൾക്കൊന്ന് കാണാൻ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം സന്തോഷമാണല്ലോ, കുറച്ച് ആൾക്കാർക്ക് വരില്ലേ, നിങ്ങൾ വന്നോളി, സന്തോഷം എന്താ. അങ്ങനെ അവര് വന്നു. വരുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് വീട്ടിൽ വരുത്തി നിർത്തണം, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട്. ബിസിനസ് പറയാനാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അതിഥിയായിട്ടാണ് കണ്ടത്. ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ ഐഡിയ, അതിന് മുമ്പേ ഐഡിയ അടിച്ചിരുന്നു. ഇങ്ങനെ ഈ ഒരു ലെവലിൽ കയറി വന്നതാണ്. ഈ ബിസിനസ് എന്താണെന്നോ ഒരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതാണ് എന്റെ ആദ്യത്തെ റിസൾട്ട്. പിന്നെ ഇതിനെ പറ്റി പറയാനുള്ള ഒരു വിഷയങ്ങൾ. അപ്പൊ ഏതായാലും നിങ്ങൾ എല്ലാവരോടും പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് എല്ലാ ആളുകൾക്കും കിട്ടുന്നതല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇത് ദൈവാനുഗ്രഹമുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന ബിസിനസ് ആണെന്നാണ് ഞാൻ പറയാം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ആളുകളില്ലേ, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇത്രയും നല്ലൊരു സംഭവം? ഒരു മനുഷ്യന്മാരിൽ തുല്യ പറഞ്ഞ ആളുകൾ മുഴുവൻ നിരസിക്കാൻ നിൽക്കും. എന്നാലോ അതിൽ കഴിവും കുറ്റ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഈ ഒരു അനുഗ്രഹം ഇതിന് വളരെ അനിവാര്യമില്ലാത്ത ആളുകൾക്ക് ഇത് കിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭാഗ്യത്തിന് വിഷയത്തിലേക്ക് വരണം. ഭാഗ്യത്തിന് എങ്ങാണ്ട് നമുക്ക് കിട്ടിയാൽ, ഈ ദൈവാനുഗ്രഹത്താൽ ഈ ഒരു അവസരം നമ്മളെ കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ മാത്രം ഞങ്ങൾ കൊടുത്തിത്തരാം. അത്രേ എൻ്റെ ഒരു അറിവിലുള്ളൂ, എൻ്റെ ഒരു എന്താ പറയുക അനുഭവങ്ങൾ മാത്രം. അതായത് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് അപ്പുറം നമ്മളെ കുടുംബത്തിൽ നമ്മളെ ഏറ്റവും അടുത്ത ആളുകളും നമ്മളും ഈ ഉൽപ്പന്നങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്നവരാണ്. മെയിനായിട്ട് ചെയ്യേണ്ട അതാണ്. വീട്ടിലെ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ മാറ്റണം. ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോൾ ചെറിയ വൈറൽ പനിന്റെ ഒക്കെ സമയമാണ്. നമ്മുടെ നാട്ടിൽ നല്ല പനിയുള്ള സമയം. അപ്പോൾ ഒരു പനി വരുമ്പോഴേക്കും നമ്മളെ വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ട്, നിങ്ങൾ കഫ്നിൽ നിങ്ങളെ വീട്ടിലുണ്ടാവും. ഇത് പ്രവർത്തിക്കുന്ന ഓരോ ലീഡേഴ്സ് 38 പേരുണ്ട്. കഫ്നിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് വാങ്ങാൻ കിട്ടുന്ന ഏരിയ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ലീഡറുടെ നമ്പർ അറിയും, അല്ലാതെ നമ്മുടെ സ്റ്റോർ അറിയും, ഒക്കെ അറിയുന്നതായിരിക്കും. അതുപോലെ ബിലോ 37 ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ കവചപ്രാശം ഉണ്ടാവും. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആളുകളോട് അങ്ങനെ പറയാൻ ശ്രമിക്കും. പക്ഷെ നമ്മളെ വീട്ടിൽ തീരെ ഉപയോഗിക്കില്ല. അതുപോലെ പേസ്റ്റ്, ബാത്റൂം കഴുകുന്ന ടോയ്ലറ്റ് ക്ലീനർ, അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനർ, സോപ്പുകൾ, ഈ വക സാധനങ്ങൾ മൊത്തം നമ്മളെ വീട്ടിൽ ആദ്യം ഉപയോഗിച്ചിട്ട് ഇതിനോടുള്ള വിശ്വാസം ഉള്ളിൽ നല്ലോണം കയറണം. എല്ലാം മാറ്റണം. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെ കയ്യിലുള്ള ഈ പ്രോഡക്റ്റ് നമ്മളിൽ തന്നെ ഉപയോഗിച്ചിട്ട് തറുവാകും എന്ന് പറയും ആളുകൾ. മനസ്സിൻ്റെ ഉള്ളിൽ ഈ സാധനം അല്ലാതെ നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തണം. ചായപ്പൊടി, നമ്മൾ ചായപ്പൊടി വാങ്ങി ചായ കാച്ചി വെക്കും ആരോ, എല്ലാവരും ഉണ്ടാവും. ചിലപ്പോൾ ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തൊരു വീട്ടിൽ നിന്ന് ഒരു നല്ല ഭാര്യ വീട്ടിൽ നിന്ന് പോലും ചായ കിട്ടിയാൽ ശരിയാണില്ല. എന്റെ അവസ്ഥയാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ചായപ്പൊടിന്റെ ടേസ്റ്റ്.
ഈ ലെവലിൽ നമ്മൾ ഉപയോഗിച്ച് ഇത്രയും നല്ല ഉൽപ്പന്നങ്ങളാകുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു വിശ്വാസവും ഇതിനോടുള്ള ഒരു ആത്മാർത്ഥതയും വല്ലാതെ കൂടും. ഇതാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ട കാര്യം. എത്ര വലിയ പനി വന്നാലും, ചെറിയ മക്കൾക്ക് പനി വന്നാലും നമ്മൾ ചിന്തിക്കുക ഇവനെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ. നമ്മളെ വല്യമാരും അതുപോലെ ഏസ്റ്റന്മാരൊക്കെ പറയും, എന്താണ് ഞാൻ കുട്ടികളെ ഇട്ടിട്ട് ഇടങ്ങാറാക്കണോ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൂടെ എന്ന് അവരിങ്ങനെ ഉപദേശിക്കും. പക്ഷെ നമ്മളത് കേൾക്കാനേ നിൽക്കരുത്. ആ പരിപാടി ആ വാതിലങ്ങോട്ട് അടച്ചുകൂടാ. എന്നിട്ട് ഈ സാധനം കൊടുക്കുക. ഇത് കൊടുത്തിട്ട് 2 or 3 ദിവസം ക്ഷമിച്ച് കഴിക്കാൻ ശ്രമിക്കുക. നല്ല റിസൾട്ട് കിട്ടും. എങ്കിൽ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കുട്ടിക്ക്, നമ്മുടെ വീട്ടിലെ കുട്ടിക്കോ അതുപോലെ ആർക്കെങ്കിലും അസുഖം സുഖപ്പെട്ടാൽ പിന്നെ നമുക്കത് വ്യാപിക്കാൻ പറ്റും. പുറത്ത് ആശുപത്രി കൊണ്ടാതെ കുട്ടിക്ക് മാറി എന്ന് പറയാനുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പറച്ചിലുള്ള ഒരു സംഭവം ഉള്ളിൽ കിട്ടുന്നു. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത് ചെയ്യേണ്ടത്, തിരിച്ചറിഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കരുത്. പുറത്തുള്ള ആളുകളോട് പറഞ്ഞോളണം. ഇത് നമുക്ക് കയ്യിലെ പരിപാടിയാണ്. എല്ലാവരോടും പറയാം, അതായത് ഞാൻ ഇങ്ങനെ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്, തെളിവുകൾ കാണിച്ചു കൊടുക്കാൻ കിട്ടിയാൽ പിന്നെ നമ്മൾ മിണ്ടാതെ നിൽക്കുകയെ ചെയ്തു. ഇതും ഇതിന്റെ ഒരു ഞാൻ ഏറ്റവും ലോ സംഭവം പറയുന്നത്. ബിസിനസ് ആണ്, അത് വലിയ സംഭവമാണ്, ഇത് അങ്ങനെ ചെയ്യാം, അതൊന്നും എനിക്ക് പറയാനില്ല. സാധാരണ അതായത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അതായത് സുബ്രഹ്മണ്യ സാർ, വിജയ് സാർക്ക് ഇതിന്റെ വലിയ ലീഡേഴ്സ് വരുമ്പോൾ അവരൊക്കെ ഇതിന്റെ A to Z സംസാരിക്കുന്ന ആളുകളായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യം എന്താ പറയുക, 1ാം ക്ലാസ്സിൽ നിന്ന് പോരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ തന്നെ ഇതിൽ കൂടുതലൊന്നും ചെയ്യാതെ നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഉയരാൻ പറ്റും. എനിക്കൊക്കെ പറ്റി, ഇങ്ങൾക്കൊക്കെ നല്ല പറ്റും. അപ്പം തിരിച്ചറിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്തോളണം. അത് തന്നെയാണ് നമ്മൾ, അതായത് ആദ്യം നമ്മൾ ഉപയോഗിച്ച കമ്പനി പറഞ്ഞ സംഭവം തന്നെ യൂസ് ചെയ്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് റെക്കമെൻഡ് ചെയ്യുക, ബന്ധുക്കൾ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കാന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ നമുക്കുള്ള വരുമാനം കാര്യങ്ങളുള്ള നമ്മളെ പ്ലാനിലൊക്കെ പറയുന്നത്. അപ്പോൾ ആളുകളോട് പറയുമ്പോൾ അതിൻ്റെതായ രൂപത്തിൽ പറയണം എന്നുണ്ടെങ്കിൽ, അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വിവരം വേണം, അനുഭവങ്ങൾ വേണം. വിവരം മാത്രം കിട്ടിയാൽ പോരാ. തിരിച്ചറിവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാണ്. ഞാൻ ഉദാഹരണം പറയാം. സാർ വിജയകുമാർ സാർ കേട്ടുള്ളൂ. അതായത് നമ്മൾ ശരിക്കും തീ പൊള്ളും എന്നൊക്കെ പറയും. തീ പൊള്ളുന്ന സാധനം തീന്റെ അടുത്തേക്ക് പോകരുത് അങ്ങനെ പറയുമ്പോൾ ആ ആൾക്ക് അതിനെ പറ്റി അറിവേ ഉള്ളൂ. നല്ല അറിവായി തീ പൊള്ളുന്നത്. എന്നാൽ ഒരു തീക്കട്ട അല്ലെങ്കിൽ ഒരു തീ പിടിച്ചിട്ട് നല്ല ഒന്നാണ് കുത്തി കൊടുത്താൽ ശരീരത്തിൽ പൊള്ളുമ്പോൾ മനസ്സിലാവും. അപ്പോഴാണ് ഇത് തിരിച്ചറിയാം, ഇതെന്താ ഇത് രസം എന്നുള്ളത് നല്ലോണം തിരിച്ചറിയും. എന്നതുപോലെ തിരിച്ചറിവ് ഉണ്ടാവണം. അങ്ങനെ തിരിച്ചറിവ് ഉണ്ടാണെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ നല്ലോണം ഉപയോഗിക്കണം. മൊത്തത്തിൽ മാറ്റപ്പെടണം. നമ്മുടെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്നൊക്കെ. ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് മാറിയ പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഏറ്റവും അടുത്ത കുടുംബം എന്നൊക്കെ മാറാൻ തുടങ്ങും. ഇപ്പൊ എന്റെ ചെറുതൊക്കെ അവസ്ഥ 9 മക്കളാണ് ഞങ്ങൾ മാതാപിതാക്കൾ. എന്റെ ഉമ്മാക്കും എല്ലാവരും വീട്ടിലും ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ പേസ്റ്റാണ്. കാരണം അവർക്ക് ആ 4-5 വർഷം ആകേണ്ടി അവർക്കൊക്കെ തിരിച്ചറിയാൻ. ഞാൻ കാര്യങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ സംഗതികളൊക്കെ സിമ്പിളായി വന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ള രണ്ടാമത്തെ ഒരു കാര്യം. അങ്ങനെ ആയാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സിസ്റ്റത്തിലൂടെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുക. എങ്കിൽ നമുക്ക് വിജയം. അതായത് ഇതിനൊരു സിസ്റ്റം നമ്മളെ ലീഡേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതും എന്തൊക്കെയാണ് അവർക്ക് ഉയരാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ വിശദീകരിച്ച് പറഞ്ഞൊരു ആവശ്യമില്ല. എല്ലാവർക്കും അറിയണ്ട. പ്രത്യേകിച്ച് നമുക്ക് വലിയ ലീഡേഴ്സാണ്, എല്ലാവർക്കും പരിചയമുള്ളവരാണ്. പുതിയ ആളുകൾ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നല്ല ലീഡേഴ്സിന്റെ കീഴിലായതുകൊണ്ട് അറിവുകൾ നല്ല ഉണ്ടാവും. ആ സിസ്റ്റത്തിലൂടെ തന്നെ പിന്നെ അങ്ങോട്ട് കയറി പോകുമ്പോൾ നമ്മൾ അങ്ങനെ പോകാൻ തുടങ്ങും. അതായത് ഒഴുക്കിൽ ഒഴുകി പോകും, കൂടെ ഒഴുകും പോലെ നമ്മൾ ഒഴുകും. അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റൊന്നും ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ അതിന്റെ പുറമെ നമ്മൾ അതിൻ്റെയൊക്കെ ശേഷം പിന്നെ ചെയ്യേണ്ട, നമ്മളെ കൂടെ വന്ന കുറേ ആളുകളുണ്ടാവും. നമ്മൾ കൂടെ ഇങ്ങനെ വരുന്ന 1, 2, 3 അങ്ങനെ ആളുകൾ വരാൻ തുടങ്ങുമ്പോൾ അവരെ കൂടെ പിറപ്പുകളെ പോലെ കൊണ്ടുപോകുക, കൂട്ടിപ്പിടിച്ചിട്ട് കൊണ്ടുപോകുക. എന്തെങ്കിലുമൊക്കെ കുറവുകൾ പ്രശ്നം എല്ലാവരും ഒരുപോലെ ആവില്ല. നമ്മൾ പല അച്ഛനമ്മമാരതാണ്, പല ഉമ്മവാപ്പന്മാർ മക്കളാണ്. ആ ഒരു സ്ഥിതിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായത്തിൽ തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. ഒരാൾക്ക് ചിലപ്പോൾ രാവിലെ മീറ്റിംഗ് കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അദ്ദേഹത്തെ വിളിച്ചിട്ട് കയറണം, ഞാനപ്പോൾ കയറാൻ സാറേ എന്ന് പറയും. പക്ഷേ പിന്നെ ആൾ കയറിയിട്ടുണ്ടാവില്ല. അന്നേരം മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളൊരു വടിയൊക്കെ എടുത്തിട്ട് എന്താണ് കയറാനും ചോദിക്കുന്ന സാധനം, എന്തേ പറ്റി നിങ്ങൾ വരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം പറയാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായി സാറേ. ഒരു പക്ഷേ അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ നമ്മളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചെറിയൊരു കളവൊക്കെ ആയിരിക്കാം. അത് നമ്മൾ കളവ് എന്ന് വിചാരിക്കാതെ പോസിറ്റീവ് ചിന്തയോടെ അങ്ങനെ വന്നോ, ആണോ നീ ഞാൻ എന്തോ ചെയ്തു തരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് അടുക്കാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ പിറ്റേന്ന് അവർ ആ പണി ചെയ്യില്ല. പിറ്റേന്ന് പോലെ എന്ത് ചെയ്യുന്നറിയോ, എങ്ങനെയപ്പോ അയാളോട് നീ കളവ് പറയാം, അയാൾ കളവ് പറഞ്ഞാൽ അതും വിശ്വസിച്ചു. അങ്ങനെയുള്ള ചിന്ത വരും. അപ്പൊ കൂട്ടിപ്പിടുത്തം, സ്നേഹിച്ച് കൂട്ടിപ്പിടിക്കുക. അതായത് മക്കളെ പോലെ കൂട്ടിപ്പിടിക്കാൻ നല്ല ശ്രമിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ കൂടെ വന്ന ആളുകൾക്ക് എപ്പോഴും ചെയ്തു. ചില സമയത്ത് എനിക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവമാണ്. മഞ്ചേരി പ്രൊഡക്റ്റിന് പോകാണ്ട് ഒരാഴ്ചയോളം അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ രാവിലെ പോകാൻ നേരത്തെ ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള പൈസ ഒക്കെ ഒപ്പിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടാണ് പോകുക. അന്നേരം വിളിച്ചിട്ട് ചില സ്ഥലങ്ങളിൽ ഒരു 1000 രൂപ എന്റെ അക്കൗണ്ടിൽ കയറ്റും. മെയിനടിയിൽ സാധനം മിനിമം പർച്ചേസ് ചെയ്താൽ ഞാൻ ഇങ്ങനെ വന്ന കാശ് പോകാൻ. ഇങ്ങനൊക്കെ ഓരോരുത്തർ പറയും. ചിലപ്പോൾ പറയും എനിക്ക് ഇങ്ങനെ ഒരു 5000 രൂപയുടെ കുറവുള്ള 2500 ആയിട്ടുള്ളൂ, ഇനി എന്താ ചെയ്യുക, ഇങ്ങനൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് നല്ല സ്വാതന്ത്ര്യ വാക്കുകളും ഒരു വിധം പറ്റിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്കൊക്കെ അതങ്ങൾ. കാരണം ആ ഒരു കൊണ്ട് നമുക്ക് നഷ്ടം വരാനില്ല. നമ്മളെ താഴെ വന്ന ആളാകുമ്പോൾ 2500 നമ്മൾ ഇനി 1000 നമ്മൾ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ പോലും, കൂട്ടിപ്പിടിക്കുന്നതിന്റെ ഒരു അവസ്ഥയൊക്കെ ഞാൻ പറയുന്നുണ്ടോ, വാങ്ങി കൊടുക്കുകയാണെങ്കിൽ പോലും ആ ഉൽപ്പന്നം നമുക്ക് കിട്ടും. അതോടൊപ്പം അതിന്റെ ബിസിനസ് വോളിയം നമ്മൾക്കും അവർക്കും കിട്ടും. ആ ആള് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടും ചെയ്യും. അതോടുകൂടി എന്താ ആ ബന്ധങ്ങൾ മുറുകും. ഇത് ഏത് സമയത്തും ഇന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ലീഡറാണെന്നുള്ള
ഒരു വിശ്വാസം ആ മനുഷ്യനിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ വിട്ടുപോകില്ല. ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ലീഡർമാരായി വരുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് ഞാൻ പറഞ്ഞത്. അത് ആദ്യം ചെയ്യേണ്ടത് ഉൽപ്പന്നം ശരിക്കും ഉപയോഗിക്കുക. ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ആളുകൂടി ഈ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. സിസ്റ്റത്തിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. കൂടെ വന്ന ആളുകൾക്കൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന വിധത്തിലും അതുപോലെ അവരെ ഉയർന്നു വരാനുള്ള കാര്യങ്ങൾ സ്നേഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഇതാണ് അതിന്റെ ഈ ഒരു സിസ്റ്റം തന്നെ പോകുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പൊ അതിൽ കുറെ കർക്കശ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും നമ്മൾ. അതുപോലെ തന്നെ ചില സംഭവം ചില സ്ഥലത്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെ കുറെ ക്വാളിറ്റികൾ നമ്മളിൽ ഉണ്ടാക്കിക്കൂല. പിന്നെ കമ്പനി ഉൽപ്പന്നങ്ങളും നല്ലോണം വിശ്വസിക്കുക. ആളുകൾ പലതും പറയും, അതായത് എല്ലാ ആളുകളും പല കുണ്ടിലും ചാടി നിൽക്കുന്ന ആളാണ്. നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ വിശ്വസിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരിക എന്നുള്ള ആ ഒരു സിസ്റ്റം ഇതിൽ തീരെ ഇല്ല. സ്വന്തം ജ്യേഷ്ഠാഞ്ചന്മാരായാലും പോലും വിശ്വസിക്കില്ല. കാരണം നമ്മൾ ഏതോ ഉടായ്പപ്പെട്ടു എന്നുള്ള നിലക്കാണ് നിൽക്കുക. എന്റെ ജ്യേഷ്ഠാഞ്ചന്മാരൊക്കെ ഇത് വാങ്ങാനും അവരെ വീട്ടിലൊക്കെ മാറ്റാൻ തുടങ്ങിയത് 3-3.5 വർഷം ആകുമ്പോഴാണ്. എന്നാൽ വേറെ ഉടവുള്ള ആളുകൾ എന്നെ വിശേഷിച്ച് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു സമ്പ്രദായ സ്വഭാവമാണ്. കാരണം നമ്മൾ ഫാസ്റ്റ് എന്നാൽ ചിന്തിക്കും, ഇവൻ എന്നാണ് ഈ മരുന്ന് കച്ചവടം തുടങ്ങിയത്? ഒരു മരുന്ന് എന്നല്ലാതെ പറയില്ല, എന്ത് പറഞ്ഞാലും മരുന്ന് തന്നെ പറയും. കാരണം നമ്മൾ ചുക്കാപ്പി ആർക്കും കാക്കി കൊടുത്താൽ അതിന് മരുന്ന് എന്ന് പറയില്ല. പക്ഷേ ചുക്കാപ്പിക്ക് സുഖമാവും, അതിന് മരുന്ന് എന്ന് പറയില്ലല്ലോ. പക്ഷെ ഇവര് ഇതിന് മരുന്ന് എന്നേ പറയും. കുപ്പിയിലാക്കി വെച്ച സാധനമാണ് ക്യാപ്സൂളൊക്കെ. അങ്ങനെ വരുമ്പോൾ അവരെ തിരുത്താൻ നമുക്ക് പറ്റില്ല. ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കയറി വന്ന് അവർക്ക് പരിചയപ്പെട്ട് വരുമ്പോൾ മാത്രമേ അവരത് മാറുള്ളൂ. അപ്പൊ നമ്മൾ അവരെ കൂടെ മരുന്ന് തന്നെ പറഞ്ഞിട്ട് കയറി കെറ്റി കൊണ്ടുവന്നിട്ടാണ്. അത് നല്ല സാധനം കേട്ടോ. പേസ്റ്റിനടക്കം മരുന്ന് പറയും. നമ്മൾ ഹെർബൽ പേസ്റ്റിന് അടക്കം മരുന്ന് നടക്കണം. പല്ലുവേനക്ക് നല്ല മരുന്നാണ് ഇങ്ങനെ ഒരു. അപ്പോൾ ഈ ഒരു ലെവലിൽ കമ്പനി ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഉള്ളിൽ നല്ലോണം കമ്പനിയിലുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. പല നല്ല നല്ല കാര്യങ്ങളൊക്കെ വരും. അതുപോലെ കമ്പനിയിലത്തെ ലീഡർമാർ അങ്ങനെ അതിലൊക്കെ നല്ല ദൃഢമായ വിശ്വാസം നമ്മളിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മൾ ലീഡേഴ്സ്, നമ്മളെ കൊണ്ടുവന്ന ഒരു ലീഡർ ഉണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും കഴിവില്ലാത്ത വ്യക്തിയായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവും, ഒന്നിനും കഴിവില്ലാത്ത. പക്ഷെ ആ ഒരു വ്യക്തിയാണ് ഈ അനുഗ്രഹീത പാദത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് എത്തിച്ചത് എന്നുള്ളവർക്ക് ലീഡേഴ്സിനെ വിശ്വസിക്കുക. അവരെ ഒരു നിലക്കും സംശയിക്കും. ലീഡേഴ്സ് എന്ത് പറഞ്ഞാൽ അപ്പൊ ചില ഒരു അങ്ങനെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും മാതാപിതാക്കളെ പോലും ചീത്ത പറയുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ലീഡേഴ്സിനെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്ര വലിയ കാര്യമില്ല. അയാൾക്ക് കായിട്ടാണ് അങ്ങനെ പല ചിന്തകളും വരുന്ന ആളുകളുണ്ടാവും. എന്തോ ആവട്ടെ, നമ്മൾ ഈ കമ്പനിയുടെ ഒരു സുതാര്യത മനസ്സിലാക്കിക്കണം നമ്മൾ. അതായത് നമ്മൾ ഈ കമ്പനിയിൽ ഒരാളെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ സുബ്രഹ്മണ്യൻ സാറെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഞാൻ സുബ്രഹ്മണ്യൻ സാറെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഉദാഹരണത്തിന് അല്ലെങ്കിൽ ഇസ്മായിൽ സാറെ ഇസ്മായിൽ സാറെ ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഇസ്മായിൽ സാർ ഭയങ്കര ഉഷാറായിട്ട് ബിസിനസ് അങ്ങ് തുടങ്ങി. ഞാൻ അവിടെ നിന്നും ചെയ്തു. അങ്ങനെ ഞാൻ എന്റെ ഒരു ഭാഗത്ത് ബിസിനസ്സുകൾ, എന്റെ ലീഡേഴ്സിന്റെ ഭാഗത്തുകൂടെ ബിസിനസ്സുകൾ നല്ലോണം കയറി കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുകൂടി. എങ്കിൽ ഇസ്മായിൽ സാർ പിന്നെ നല്ലോണം ബിസിനസ് ഉഷാറായിട്ട് കച്ചവടം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഉഷാറായിട്ട് കിട്ടാൻ തുടങ്ങി. അതുവഴി എനിക്കും വരുമാനം കിട്ടാൻ തുടങ്ങി. ഇങ്ങനെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും സിസ്റ്റം വരണം. ഇസ്മായിൽ സാറിന് ഒരു ചിന്താഗതി വരും, ഇയാൾ ഇന്നെ കൊണ്ട് നല്ലോണം കായ് ഉണ്ടാക്കുന്നുണ്ട്, ഇയാൾക്ക് നല്ലോണം പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഈ പണി നടക്കൂല. ഈ ചിന്ത ഇസ്മായിൽ സാറിന്റെ ഉള്ളിൽ വന്നു. ഞാൻ ഇസ്മായിൽ സാറിന് ഉദാഹരണം പറഞ്ഞിട്ടാണ്, സാർ ഒന്നും വിചാരിക്കരുതേ. അതായത് നിങ്ങൾക്ക് ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നില്ല. അവിടെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങളതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കുള്ള വരുമാനങ്ങൾ എടുത്താൽ കമ്പനി തരാൻ തയ്യാറാണ്. അതിന്റെ ഒരു ആള് എന്നുള്ളവർക്ക് അതിലേക്ക് ഞാൻ ഒരു സ്പോൺസറായി വന്നതുകൊണ്ട് എനിക്കും കമ്പനിയാണ് തരുന്നത്. നിങ്ങളിലൂടെ ഒരു രൂപ പോലും നമ്മൾക്ക് കമ്പനി എടുക്കുന്നില്ല. നമ്മളല്ല കമ്പനി എടുത്ത് തരുന്നത്. കമ്പനിന്റെ ആ ടേൺ ഓവറിന്റെ അതാണ് കമ്പനി തന്നെ. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചിന്താഗതികൾ, ഈ ഒരു ചിന്താഗതി കൊണ്ട് എന്താ കാര്യങ്ങൾ നമ്മൾ ഉയരൂല എന്ന് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ കുശുമ്പോ പ്രശ്നങ്ങൾ കയറിക്കുന്നു. ഇനി അതിന്റെ ഒരു ഓപ്പോസിറ്റ്, അതിന്റെ ഒരു എന്താ പറയാ പോസിറ്റീവ് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ അയൽവക്കത്തോ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട ഒരാൾക്ക് സാമ്പത്തിക കഴിവൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, നമുക്ക് അത്യാവശ്യം ഒരു 25,000-30,000 ഒക്കെ വരുമാനമുള്ള മറ്റൊരു മേഖലയിൽ നിന്ന് കിട്ടുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു മാസം ശമ്പളം കിട്ടുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു 1,000 കൊടുക്കാനോ 2,000 കൊടുക്കാൻ നമ്മൾ കൊണ്ട് കഴിയില്ല. ആരും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ കൊണ്ട് കഴിയില്ല. എന്നാൽ നമ്മൾ മുഖേന ബിസിനസ്സിലേക്ക് വന്ന് അയാൾക്ക് എന്തോ ഇൻകം കമ്പനിയിൽ കിട്ടണമെങ്കിൽ ആ ഒരു വ്യക്തി നമ്മൾ മുഖേന എന്തോ ജീവിച്ചു പോകുന്നുണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥയിലുണ്ട്. ഒരു വ്യക്തി ഒരാൾക്കും നമുക്ക് 500-1000 കൊടുക്കാൻ കഴിയില്ല. എത്ര ആൾക്ക് കൊടുക്കും? ഒരു മാസം ശമ്പളം കിട്ടിയിട്ട് അതിൽ നിന്ന് 500-1000 കൊടുത്താൽ നമുക്ക് ജീവിക്കണ്ടേ? പിന്നെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരും, ചിലപ്പോൾ സഹായത്തിന് വരുന്ന ഈ പാവപ്പെട്ട ആളുകളുണ്ടാവും. വീടിന്റെ വാതിലിൽ ഒന്ന് വില്ലടിച്ചിട്ട് സഹായിക്കണം. അങ്ങനത്തെ ആൾക്ക് പോലും നമ്മൾ 1-2 അല്ലെങ്കിൽ 10 രൂപയുടെ മേലെ കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യം. ഒരു വീട്ടിൽ ഒരാൾ വരികയാണെങ്കിൽ പാവപ്പെട്ട മനസ്സിൽ ആ വ്യക്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസപ്പെട്ട ഒരാളായിട്ടല്ലേ ഒരാൾ വീട്ടിലൊക്കെ വന്ന് കൈയാണിക്കുന്നതൊക്കെ. അവരുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചിന്തിച്ചു നോക്കുമ്പോൾ ആ വ്യക്തി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ദൈവം ആക്കിയില്ലല്ലോ എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും ദൈവത്തോട് നന്ദി പറയണം. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് പോലും നമ്മൾ 50 രൂപ ഒന്നും കൊടുക്കലുണ്ടാവില്ല. ഒരു 10-20 രൂപ ഏറ്റവും ചെറിയ നോട്ട് ഏതാണ് ആ പേസിൽ നോക്കുക. എന്നിട്ട് ശല്യം അങ്ങോട്ട് വേണ്ട കൊടുത്ത് തീർക്കും. എന്താണ് വിശേഷങ്ങൾ, ഇവിടെ നാട്ടിൽ ചായ കുടിച്ച വെള്ളം ആരും ചോദിക്കലുണ്ടോ? ഒരു കുട്ടി ചോദിക്കില്ല. എന്നാൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്ന ആ ഒരു ചിന്താഗതിയൊക്കെ വരും. കാരണം ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാമ്പത്തികമായിട്ട് സ്രോതസ് ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ആർക്കും സഹായിക്കാൻ കഴിയില്ല. എന്നാൽ ഈ ഒരു കമ്പനിയിൽ വന്നാൽ നമ്മൾ മുഖേന ആരെങ്കിലും ഒരു 10,000 ബിസിനസ് വോളിയം ആരെങ്കിലും കയറ്റി അവർക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഇത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന വലിയൊരു സഹായമായിട്ടാണ് ദൈവത്തിന്റെ ഭാഗത്ത് കിട്ടുക.
ഈ ബിസിനസിന്റെ വലിപ്പം ഞാൻ പറയുന്നത്, നമ്മള് ലീഡേഴ്സിനെ ഞാൻ പറഞ്ഞു, ലീഡേഴ്സിനെ ഒരിക്കലും സംശയിക്കാൻ പാടില്ല. ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്റെ ലീഡർ അങ്ങനെ, എന്റെ ലീഡർ ഇങ്ങനെ പറഞ്ഞു, ഈ ലീഡർ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് എത്തൂല എന്നുള്ളതാണ്. ഇപ്പൊ അതിനൊരു ഉദാഹരണം വെലിസാർ എപ്പോഴും പറയാം, നമ്മളെ ക്ലോക്ക്, നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ക്ലോക്ക് ഇല്ലേ, ഈ ക്ലോക്ക് ഓടുന്ന സമയത്ത് നമ്മൾ ആരും എന്റെ സെക്കൻഡ് സൂചി നോക്കാറില്ല. ആരും നോക്കാറില്ല. സെക്കൻഡ് സൂചി ഒരു കുട്ടി മൈൻഡ് ചെയ്യില്ല. നിങ്ങൾ സമയം നോക്കുമ്പോൾ നമുക്ക് 6 മണിയായി, 5 ഇപ്പൊ സമയം ഇപ്പൊ എങ്ങനെ നോക്കണം നോക്കില്ല, 6:45 സമയം എന്നാ പറയാം. അത് എവിടെ നോക്കിയത്, അതിന്റെ സെക്കൻഡ് സൂചി ആരും നോക്കില്ല. ഈ സെക്കൻഡ് സൂചി എന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ പെടാപാട് വിട്ട് 4 ഭാഗത്ത് 24 മണിക്കൂർ പെരും കറക്കം കറങ്ങുന്നുണ്ട്. പക്ഷെ അതിന്റെ കറക്കം ആരും മൈൻഡ് ചെയ്യില്ല. ഈ ഒരു ലീഡറുടെ ഒരു അവസ്ഥയാണ്. എന്നാൽ ഇത് കൂടെ വന്ന ആൾ, എന്നാലോ ആ സെക്കൻഡ് സൂചി അങ്ങനെ കറങ്ങിങ്ങനെ മറ്റേ ആളുകൾക്ക് മിനിറ്റ് സൂചിക്കും അതുപോലെ മണിക്കൂർ സൂചിക്കൊക്കെ ചെറുങ്ങനെ അനങ്ങാൻ കഴിയുള്ളൂ. ഇനി അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ ആ ഒരു ക്ലോക്ക് രാവിലെ 6 മണിക്ക് നീച്ച് നോക്കുമ്പോൾ അത് നിന്നിട്ടുണ്ട്. നമ്മളവിടേക്ക് ആദ്യം നോക്കലേ, ആദ്യം സെക്കൻഡ് സൂചിമ നോക്കിയാലേ നിന്ന കാര്യം അറിയുള്ളൂ. അതാരോ ചിന്തിച്ചിട്ടുണ്ടോ? സെക്കൻഡ് സൂചിമക്ക് നോക്കുമ്പോഴാണ് ക്ലോക്ക് നിന്നു എന്ന് മനസ്സിലാക്കുക. മറ്റു നോക്കിയാൽ മനസ്സിലാക്കുക. കാരണം ഓല് തീരെ പണിയെടുക്കാതെ ഇളകാതെ നിൽക്കണോല. ഓല് എപ്പോഴെങ്കിലൊക്കെ ഇതിങ്ങനെ കുറേ വട്ടം കറങ്ങുമ്പോൾ വെല്ലം ഒന്നടി ഇളകിയിട്ടാണ് ഓല് കയറി പോയില്ല. അപ്പോൾ ഓല നമ്മൾ എപ്പോഴും ഇളകുന്നത് കാണാൻ പറ്റില്ല. അതുപോലെയാണ് ഈ സെക്കൻഡ് സൂചി പോലെയാണ് മാതാപിതാക്കളും നമ്മളെ ഗുരുനാഥന്മാരും നമ്മളെ ലീഡേഴ്സും ഒക്കെ. കാരണം അവര് നല്ല പെടാപാട് കുടുംബങ്ങളാണ്. മറ്റൊരു ഇങ്ങനെ ചെറുങ്ങനെ അനങ്ങി വലിയ നിലയിലാകുന്നുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി ലീഡേഴ്സിനോട് എപ്പോഴും ഒരു ആദരവോട് കൊടുത്ത് നമ്മൾ ഉള്ളിൽ മതി. നന്ദി കാണിക്കുക, അവരെ ബഹുമാനിക്കുക, അവർ വരുമ്പോൾ തന്നെ തുണിന്റെ മണക്കത്തൊക്കെ വെച്ചിട്ട് അതല്ല, അത് ഉള്ളിലാണ് ഈ സംഭവം വേണ്ടത്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമ്മൾ റാങ്കിലൂടെ ഒക്കെ ഇങ്ങനെ ഉയർന്നു വരും. ഓരോ സ്റ്റാർ ആവും, പിന്നെ റൂബി ആവും, അങ്ങനെ മേപ്പോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഉള്ളിൽ എപ്പോഴും എന്താ വേണ്ടത്, ഏറ്റവും കൂടുതൽ വിനയമുള്ളവരാകാം, അതായത് ഏറ്റവും താഴ്മയുള്ളവരാകാം. നമ്മൾ ഈ ഒരു പുതിയ ഒരാൾ ഇന്ന് ഐഡിയ അടിച്ച് വന്നിട്ട് ആ ഒരു വ്യക്തിയെ ഇതിലേക്ക് കൊണ്ടുവന്ന് വലിയ നിലയിൽ എത്തിക്കുക, ഒരു ഏകദേശം ഒരു ബ്രോൺസ് എന്ന ഒരു റാങ്കിൽ എത്തിക്കണമെങ്കിൽ പോലും കുറേ പണിയെടുക്കണം. ഇതെല്ലാം പറയണ മനുഷ്യനോട് നിങ്ങൾ 5 രൂപയ്ക്ക് വാങ്ങിക്കോളൂ, എന്തെങ്കിലും അവിടെ ആക്റ്റീവ് ആവുള്ളൂ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആ നേരം ഒന്നും ആ മനുഷ്യനൊന്നും തിരിയില്ല. എന്താ പഠിച്ചോ ഈ പറയുന്നത്, ഇത് എങ്ങനെ എന്നെ കൊണ്ട് കഴിയും, അങ്ങനെ കൊണ്ട് ഏകദേശം ഇങ്ങനെ ആയി. അതുപോലെ ഒരു വ്യക്തി പിന്നെ വരുമ്പോൾ ഈ വ്യക്തി അദ്ദേഹത്തോട് ഈ പണിയൊക്കെ എടുക്കുക. അങ്ങനെ വരുമ്പോൾ അങ്ങനെ കയറി റാങ്ക് റൂബിയായി, പിന്നെ സ്റ്റാർ ആയി, ആ സ്റ്റാർ റൂബിയായി, പിന്നെ TC അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ താഴ്മയുള്ളവരാകുക, വിനയുള്ളവരാവണം. കാരണം നമ്മൾ ആ കയറി വന്ന ആ ഒരു സംഭവം നമ്മൾ എപ്പോഴും ഓർക്കണം. ഞാനും ഇങ്ങനെ തന്നെ അല്ലായിരുന്നോ, ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് ആർക്കും പ്രയാസം ഉണ്ടാക്കാത്ത വിധത്തിൽ റാങ്ക്, ഇപ്പൊ RTC റാങ്കിലാണ് ഞാനും സുബ്രഹ്മണ്യ സാറൊക്കെ ഉള്ളത്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തോണം, ഒരു കുട്ടികളെ നോക്കുമ്പോൾ തന്നെ നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഏറ്റവും താഴ്ന്ന് എന്ത് കേൾക്കാനുള്ള ചെവി വെച്ച് കൊടുക്കാൻ നമ്മൾ അതിന് സമയം കണ്ടെത്തി തന്നെ ഇതിലൊക്കെ ഉയർച്ച. അപ്പൊ മേപ്പെട്ട് അതായത് ഒരാൾ റൂബി റാങ്കിലെത്തി അല്ലെങ്കിൽ കോർഡിനേറ്റർ റാങ്കിലെത്തി, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വിനയം ഓരോന്നീ കയറിനനുസരിച്ച് നമുക്ക് നല്ല താഴ്മകൾ, നല്ല ഒരു സന്തോഷമുള്ള ഒരു സംഭവം. ഇനി ലീഡേഴ്സിന് വേണ്ട കുറച്ച് കാര്യം, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ നിർത്ത സമയമായിട്ടുണ്ട്. ലീഡേഴ്സിന് നമുക്ക് വേണ്ട വെച്ചാൽ നമ്മൾ ലീഡർമാരായി വരുമ്പോൾ നമുക്കുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫ്ലെക്സിബിൾ ആകാന്ന് പറയും. അതായത് ഒരു ലീഡറെ പച്ച ഈർക്കിലി പോലെയാണെന്ന് ഇസ്മായിൽ സാർ പറഞ്ഞത്. ഈ പച്ച ഈർക്കിലി എങ്ങനെ വളച്ചാലും ഓടിയില്ല, അങ്ങനെ വളഞ്ഞിങ്ങനെ കിട്ടി അല്ലെ, എന്നതുപോലെ ആവണം നമ്മൾ. പൊട്ടരുത്. എപ്പോഴും നല്ല ഒരു എന്താ പറയാ, ഒരു ലീഡർ എന്നുള്ളവർക്ക് എപ്പോഴും നമുക്ക് പല പ്രയാസങ്ങളും പല ഭാഗത്തും വരും. ഈ ബിസിനസ്സിൽ ആകെയുള്ള പ്രശ്നം അതാണ്. നമ്മൾ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യണം, ആൾ സ്റ്റാർ ഔട്ടോ എന്നുള്ളവർക്ക് നല്ല നിലക്ക് പോകുമ്പോഴായിപ്പോയി. പക്ഷേ അയാൾക്ക് വേറെ ആരോ എന്തോ ഒന്ന് കൊടുത്തിട്ട് ഒരു ഉള്ളിൽ എന്തോ ഒരു ദുർചിന്ത വന്നു, അല്ലെങ്കിൽ ഇതിനെ പറ്റി കമ്പനിയെ പറ്റിയിട്ട് അത് ശരിയല്ല എന്നുള്ള ചിന്തയിൽ അപ്പൊ നമ്മളെടുത്ത പണിയൊക്കെ വെള്ളത്തിലാവും. അന്നേരം അതിനെ ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടുപോകാൻ. അപ്പൊ ഇങ്ങനെയൊക്കെ വരാം എന്നുള്ള ചിന്ത ഈ ലീഡർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണം. എന്നും ഒരു ഇതിൽ നമ്മൾ ലീഡർഷിപ്പിലേക്ക് ഉയരാനാണ് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലീഡർമാർക്ക് മാത്രം കിട്ടുന്ന ബിസിനസ് ആണെന്നുള്ള ഒരു എന്താ പറയാ വാദഗതി ഇതിന് എപ്പോഴും ഉണ്ട്. എന്നാൽ അതിനുള്ള പരിഹാരം നമ്മളെ ശ്രീധരൻ സാറൊക്കെ പറഞ്ഞത്, നമ്മളവിടെ ലീഡർ ആയിക്കള എന്ന് പറയാത്ത, നമ്മൾ ലീഡറായ പിന്നെ ആ പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനുഷ്യന്മാരാണ് നട്ട് വളർത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ മീറ്റിംഗിൽ വന്നൊരു ലീഡർ പറഞ്ഞു, 4 പോത്തുകൾ, അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, ഒരു 10 പോത്തുകൾ നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ ഐറ്റങ്ങളെ മേച്ച് കൊണ്ടാകുന്ന ഒരു പണിയില്ല. കാരണം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇവിടെ പോത്ത് അവിടെ പോത്ത് അവരങ്ങനെ മേച്ച് കഴിഞ്ഞോളൂ. പക്ഷേ 4 മനുഷ്യന്മാരെ നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി കുറച്ച് പണിയാണ്. എങ്ങനായാലും പ്രശ്നമാണ്. നിങ്ങൾ 2-3 സുഹൃത്തുക്കളും കൊണ്ട് നിങ്ങൾ ഹോട്ടലിൽ പോയി കയറി നോക്കി, ഈ ചായക്ക് പിന്നെ കൊണ്ടുവന്ന് വന്ന ആള് എന്താ വേണ്ടത് സാറേ എന്ന് വന്നിട്ട്, അല്ലെങ്കിൽ സാറെന്നൊന്നും വിളിച്ചാൽ ഇവിടെ എന്താ വേണ്ടി ചോദിച്ചു. അപ്പൊ 4 ആളുണ്ടെങ്കിൽ 4 തരത്തിലാണ് പറയാം. ഒരാൾ എനിക്ക് ഓപ്പൺ ചായ കയറി, മറ്റൊരാൾ എനിക്ക് കുറച്ച് പിന്നെ എന്താണ് പറയാ മധുരട്ടത് വേണമെന്നാണ്. ഇങ്ങനെ ഈ ആൾ ആദ്യം പറഞ്ഞ ആൾ മറന്നാണ്. എന്നിട്ട് ഒരു കണ്ണുക്ക് ഒരു നോട്ടാ, പക്ഷേ ഈ 4 ആൾക്ക് 4 ഐറ്റം. എന്നിട്ട് ഇതേ ആളെ പോയി അത് പറയണം. ഈ ലെവലിലാണ് നമ്മുടെ മനുഷ്യന്മാരുടെ സ്ഥിതി. ഒരു ഐക്യത്തിലോട് കിട്ടും, എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ വ്യക്തികളെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു ചങ്ങലയിൽ അല്ലെങ്കിൽ ഒരു മാലയിൽ കോർത്ത മണികളെ പോലെ ആക്കണം. കുറച്ച് പണിയെടുക്കാണ്ടാവും. ഈ ചിന്താഗതി നമ്മളെടുത്ത് വേണം. ഒറ്റയടിക്കാനെ കിട്ടൂല. ഇത് കുറച്ച് നല്ല അത്യാവശ്യം നല്ല ക്ഷമയും നല്ല സഹനം, അതായത് ആളുകളോട് പെരുമാറിയൊക്കെ ക്ലിയർ ആക്കി കൊണ്ടുവരുന്ന ഒരു ബിസിനസ്സാണ് ഇത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലീഡേഴ്സ് ഇങ്ങനെ പറയും ഇത് വളരെ സിമ്പിൾ. കഴിഞ്ഞ ആഴ്ച മിനിഞ്ഞാന്ന് ശനിയാഴ്ച വന്ന ആ ലീഡർ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ആ വാടക റൂമിലായിരുന്നു, അവിടെ ഇങ്ങോട്ട് മാറിയിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുക ഇത് എങ്ങനെയാണ്
സംഭവം സിമ്പിളാണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെടുത്തുണ്ടായാൽ ഇല്ലേ ഭയങ്കര പാടാണ്, കഴിയൂല. അപ്പൊ ആകെ വേണ്ടത് ഒരു ഏറ്റവും നമ്മൾ താഴ്ന്ന് നിൽക്കുന്നതനുസരിച്ച് നമ്മളെ കണ്ട ആളുകൾ നമ്മളിലേക്ക് വരും. ഇതാണ് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ വിജയം. ഇത്ര മാത്രമേ നിങ്ങൾ ഇന്ന് തരാനുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡർ ഒരു ഉണങ്ങിയ മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷിയെ പോലെ ആവണം. ഇത് ഏത് സമയം ഇടിഞ്ഞു വീഴും എന്നുള്ള ചിന്ത. ലീഡർ എന്ന് പറയുമ്പോൾ ഈ ഇസ്മായിൽ സാറൊക്കെ ചിന്തിക്കുക, ഇസ്മായിൽ സാർ ഇപ്പൊ സ്റ്റാറിലാണോ റൂബിയിലാണോ അല്ലെങ്കിൽ നിങ്ങൾ TC ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലീഡറാണ്. നിങ്ങൾ ലീഡർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ സുബ്രഹ്മണ്യൻ സാറും വിജയ് സാറും കാണരുത്. നമ്മള് ബ്രോൺസ് എന്നുള്ള റാങ്കിലെത്തിയിടയിൽ നിങ്ങൾ ആ ബ്രോൺസ് ആകാൻ നിങ്ങൾ താഴെ കൂടെ വന്ന ആളുകളെ ലീഡറാണ് നിങ്ങൾ. ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും ഉണങ്ങിയ കൊമ്പിൽ ഇരിക്കുന്ന പക്ഷിയെ പോലെ ആവണം എന്നാണ്. എന്നുവെച്ചാല് ആ കൊമ്പ് ഏത് സമയം പൂതലായിട്ട് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ ശക്തി ചെയ്യുമ്പോൾ കൊടുത്താൽ മുറിഞ്ഞു പോകും എന്നുള്ള ചിന്ത വേണം. അപ്പൊ എപ്പോഴും ഒരു പറക്കാൻ സെറ്റായിട്ട് ഇങ്ങനെ നിന്നോളണം. ഓരോരുത്തർ മാത്രം ഫോക്കസ് ആയി നിൽക്കരുത്. നമ്മളൊരു ബ്രോൺസോ അല്ലെങ്കിൽ ഒരു സിൽവറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാറോ അല്ലെങ്കിൽ 5 6 ആളോ വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇവര് ഇത് മുന്നോട്ട് പോകും എന്നുള്ള ചിന്താഗതി തീരെ പാടില്ല. നമ്മൾ അങ്ങനെ ഇത് ഇന്നലെയും വലിയ സാറ് പ്രത്യേകം പറഞ്ഞത് റിക്രൂട്ട്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഈ ബിസിനസ്സിൽ എപ്പോഴും റിക്രൂട്ട്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്കമാലിയിൽ നമ്മൾ ഇതിന്റെ MD അടുത്ത് കേട്ടതാണ്, റിക്രൂട്ട്മെന്റ് കഴിഞ്ഞിട്ടേ റീറ്റെയിലും മറ്റു സ്ഥാനവും. അപ്പൊ നമ്മളെടുത്തുള്ള ഈ ഒരു അനുഗ്രഹീത സംഭവം എല്ലാ ആളുകളെത്തിക്കും എത്തിക്കാൻ ശ്രമിക്കുക. പരമാവധി ആളുകളോട് പറയാൻ ശ്രമിക്കുക. അത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പണി ചെയ്യണം. ഈ പ്രോഡക്റ്റ് നല്ലോ നമ്മൾ ഉപയോഗിക്കണം. നമ്മളെ വീടുകളിലും നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ഉപയോഗിച്ചിട്ട് നമ്മുടെ ഉള്ളില് ഈ പ്രോഡക്റ്റിനോടും അതുപോലെ തന്നെ ഈ കമ്പനിയോടും ഇതിന്റെ ലീഡേഴ്സിനോടും ഇതിന്റെ സിസ്റ്റത്തോടും ഒക്കെ നമുക്ക് ഇഷ്ടം കൊണ്ട് വരുമ്പോഴാണ് നമ്മൾ എങ്ങനെ പറഞ്ഞാലും ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. മാത്രമല്ല അവർ ആരോട് പറഞ്ഞാലും സ്വീകരിക്കുന്ന അവസ്ഥയിലെത്തും. ഓക്കെ സാർ, ആയിക്കോട്ടെ, ഞാൻ ശരിയാക്കിക്കോളാം, ഞങ്ങൾ പിന്നെ ഇപ്പത്തെ തിരക്കില്ലെന്ന് പറഞ്ഞാൽ ഒഴിവാകല്ലാതെ എനിക്കത് പറ്റൂല എന്ന് തർക്കിച്ച് പറയുന്ന ഒരാളുണ്ടാവില്ല. എന്നാൽ ആദ്യം വരുന്ന ഒരു പുതിയ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് പറയുമ്പോൾ ഇതിന് വില കൂടുതലാണ്, ഇത് ഒരിക്കലും നടക്കൂല, അങ്ങനത്തെ കുറെ കമ്പനി വന്നിട്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങളും നമ്മളെ മുന്നിൽ വരുന്നതാണ്. അതെന്താ അറിയോ, നമുക്ക് പരിചയമില്ല. നമുക്ക് ഈ ബിസിനസിനെ പറ്റി അങ്ങോട്ട് പരിചയപ്പെട്ടാൽ പിന്നെ നമ്മളെ മുന്നിൽ വരുന്നവരൊക്കെ നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് ഒതുങ്ങി കേൾക്കും. എന്താ, നമ്മൾ ഇന്ന് അങ്ങനത്തെ കാര്യങ്ങളെ വരുള്ളൂ. ആദ്യം ഒന്നും അതിന് പരിചയം. ഒരു ലീഡർഷിപ്പിലേക്ക് എത്തുമ്പോൾ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ഞാൻ ഇരിക്കേണ്ടത് ഉണങ്ങിയ കൊമ്പിലാണ്, ഇത് പക്ഷി ഇരിക്കുമ്പോൾ. കാരണം ആ കൊമ്പൊന്ന് കൂടുതൽ പേരം കൊടുത്താൽ മുറിഞ്ഞ് കീപ്പോട്ട് പോകും എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ വേണം. അപ്പൊ വരുന്ന ആളുകളൊക്കെ പരമാവധി നല്ല കൂട്ടിപ്പിടിച്ച് മയക്കിയെടുത്ത്, അതായത് നല്ല എന്താ പറയാ, നല്ല ഒരു മയക്കത്തോടു കൂടി അവരിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നിൽക്കുക. അങ്ങനെ വന്ന ആളുകളും അതുപോലെ തന്നെ നമ്മളും ഒരിക്കലും ഈ ബിസിനസ് വിട്ടുപോകാതെ പിടിച്ചു നിൽക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കൊല്ലം കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും എത്താൻ പറ്റുക. ഒരു നിലക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തോന്നിയാൽ പോലും ഈ ബിസിനസിന്റെ കുഴപ്പമല്ല, അല്ലെങ്കിൽ കമ്പനിന്റെ കുഴപ്പമല്ല, പ്രോഡക്റ്റിന്റെ കുഴപ്പമല്ല, സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല, അല്ലെങ്കിൽ വരുമാനം ഇല്ലാത്തതിന്റെ കുഴപ്പമല്ല, അതുപോലെ തന്നെ നമ്മൾ ഒരു കുഴപ്പമല്ല, എന്നിലാണ് ആ കുഴപ്പം എന്ന് മനസ്സിലാക്കിയിട്ട് ആ കുഴപ്പത്തെ ഇല്ലാതാക്കുന്നത് വരെ ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് എന്നല്ല നമ്മളിവിടുന്ന് അങ്ങോട്ട് വരാൻ തലമുറകൾക്ക് പോലും വരുമാനം കിട്ടും. ഇന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മളൊക്കെ മുസ്ലിം സമുദായത്തിൽ സുബ്രഹ്മണ്യൻ സാർ അതേപോലെ വിജയകുമാർ സാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഞങ്ങളുടെ സമുദായത്തിലുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, ഇസ്മായിൽ സാറിനൊക്കെ അറിയാം, നമ്മളെ കുടുംബത്തിലൊക്കെ ആരും ഒരാൾ മരണപ്പെട്ടാൽ, ഒരു വീട്ടിൽ ഒരാൾ മരണപ്പെടാന്നുണ്ടെങ്കിൽ ഞങ്ങളെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കൊണ്ടുപോകും. മറ മാടുന്നതിന്റെ മുമ്പ് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് ആ നിസ്കാരത്തിന് മുമ്പ് അവിടുത്തെ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദിന് ഒരു പറച്ചിലുണ്ട്. നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടറിയില്ല, എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പറയും, ഇദ്ദേഹം സമൂഹത്തില് എല്ലാവരും മുന്നിലും ജീവിച്ച് അങ്ങനെ ഒരു ആളായിരുന്നു, പലരോടും പല നിലക്കും പെരുമാറിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന് നിങ്ങൾ പുറത്തു കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ നീരസങ്ങൾ സംസാരത്തിലോ പ്രവർത്തനത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാപ്പ് ചെയ്ത് കൊടുക്കണം. സാധാരണ പോലെ ഇസ്മായിൽ സാർ അങ്ങനെ പറഞ്ഞില്ലേ പള്ളിയിൽ നിന്നൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളൊക്കെ കേൾക്കാം. രണ്ടാമതൊരു ഭാഗം കൂടി പറയും ഈ ഉസ്താദ്, ഈ മനുഷ്യന് കുറെ കടങ്ങളുണ്ട്, ഇദ്ദേഹത്തിന്റെ കടബാധ്യത വല്ലതും ആർക്കെങ്കിലും കൊടുക്കാനോ കിട്ടാനോ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മൂത്ത മകനോ അല്ലെങ്കിൽ സഹോദരൻ ഇന്നാളെ ആ പേര് പറയും, ഇന്നാളെ നിങ്ങൾ സമീപിച്ചിട്ട് ആ സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടാനോ അല്ലെങ്കിൽ കിട്ടാനോ ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങണം എന്നാ പറയാം. പക്ഷെ ഞാനാണ് ആ വ്യക്തിയെങ്കിൽ എന്റെ അനുജന്മാർക്കോ മക്കൾക്കോ അതിന് സമ്പത്തും ഇല്ല എന്ന് കൂട്ടിക്കൊള്ളിങ്ങൾ ഇവരെ ഒന്നും എടുത്തു കൊടുക്കും. കാരണം ഇവരെ ബാധ്യതയായി മാറി അവിടുന്ന് ആ പ്രഖ്യാപനം നടത്തുന്നതോടുകൂടി. ചിലപ്പോൾ ഒരാൾക്ക് ഒരു 2 ലക്ഷം കൊടുക്കാൻ ഒരാൾ വന്നിട്ട് വേണം അങ്ങനെ പള്ളിക്ക് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ മോനെ എനിക്ക് ഇങ്ങനെ ഇപ്പൊ തരാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളിപ്പോ ചെയ്തു കൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? അവിടെയാണ് നമ്മളെ വ്യത്യാസം. ഏകദേശം ഒരു ലേശം മുന്നോട്ട് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളിൽ ഇപ്പോ എല്ലാ നിലക്കും കമ്പനി തരുന്ന ഓരോരോ ടീം ഡെവലപ്മെന്റ് വരെ കമ്പനി വെച്ചിട്ടുണ്ട്. കമ്പനി തരാൻ തയ്യാറുള്ള ഒരു കമ്പനിയാണ്. അപ്പം നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ് പോകുന്ന സമയത്താണെങ്കിൽ പോലും ഇവിടെ ഇതിന് ഒരു പാസീവ് ഇൻകം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു മുന്നോട്ട് പോയാൽ നമ്മൾ ആ ജനാസ അല്ലെങ്കിൽ ആ ഒരു മയ്യത്ത് അല്ലെങ്കിൽ ആ മരണപ്പെട്ട മനുഷ്യനെ മറമാടാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ആരാണ് നോമിനി, ആ നോമിനി പറയും, ആരും ഏൽക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ പറയും. അത്രമാത്രം ഗ്യാരന്റിയോട് കൂടി ഏൽക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരത്തിൽ നമ്മളുള്ളത്. കാരണം എന്താ അറിയോ, ഞാൻ ഈ ലോകത്തോട് വിട്ടു പറഞ്ഞു പോകുമ്പോൾ ഞാൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയും ബിസിനസ് നിർത്തൂല, അവരെ ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തുകയാണ്. ഈ ഒരു ഗൗരവമുള്ള വിഷയം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്.
ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു വ്യക്തി ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു പെണ്ണാവട്ടെ ആണാവട്ടെ, അവർക്ക് ആ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അറിയും. പിന്നെ അതിൽ നിന്നൊന്ന് കയറി ഒന്ന് വേറൊരു ലെവലിൽ ഒരു വഴി ക്ലിയർ ആയി വരുമ്പോൾ ഒരുപാട് പണിയെടുക്കണം, ഒരുപാട് പ്രയാസപ്പെടേണ്ടി അവർ ജീവിതത്തിൽ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഈ ജീവിക്കുമ്പോൾ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന ഈ അനുഗ്രഹീത ഈ ഒരു ബിസിനസ് അവസരത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ആളുകളിലൂടെ ആളുകളോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല സ്നേഹിച്ച് മുന്നോട്ട് ഈ ഒരു വലിയ കുടുംബം പോലെ ഒരു സംഘത്തെ നമ്മൾ ഇവിടെ വാർത്തെടുത്ത് ഈ ലോകത്തോട് നമ്മൾ ഇവിടെ പറഞ്ഞ് പോകുമ്പോഴും ആ സംഘം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു കുടുംബം നമ്മളിലൂടെ അങ്ങനെ വളരും. കുടുംബം മാത്രമല്ല, നമ്മൾ വളർത്തി കൊടുത്ത ആളായതുകൊണ്ട് അവർ വലിയ കുടുംബമായിട്ട് വളരും. അത് നമുക്ക് ഈ ലോകത്തുനിന്ന് പോയാൽ പോലും വലിയ ഗുണം ഉണ്ടാവും. ദൈവത്തിൽ നിന്ന് ഒരു ഏറ്റവും സ്നേഹം, നല്ല എന്താ പറയാ, മുറിഞ്ഞു പോകാത്ത ഒരു വലിയ ഒരു സൽക്കരമായിട്ട് മാറണത്. ഇത്രയും ഗൗരവമുള്ള ഒരു ബിസിനസ് അവസരത്തിലാണ് നമ്മളൊക്കെ വന്ന് പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവുക. അത് പരമാവധി എന്റെ ബിസിനസ് ആണ്, ഇത് ഒരിക്കലും എന്റെ ലീഡറതോ അല്ലെങ്കിൽ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ച ആളതോ അല്ലെങ്കിൽ കമ്പനിയോടതോ ഒന്നുമല്ല. ഇതൊക്കെ നമ്മളിങ്ങനെ കാണില്ലേ നമ്മളെ മുന്നിൽ തെളിവുകൾ. 6-7 വർഷം മുമ്പ് വെറും വാടക ഒരു റൂമിൽ കഴിഞ്ഞ ആളായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മലപ്പുറത്ത് നമ്മളോട് പ്രസംഗിച്ച ആള്, അദ്ദേഹത്തിന്റെ റൂം പ്രൂഫായി കാണിച്ചു തന്നിട്ട് നമുക്ക് മാത്രമല്ല, സ്വന്തം ഭാര്യ പറഞ്ഞ ഒരു ആഗ്രഹം, ആ ഭാര്യക്കുള്ള സ്വപ്നം എന്താ അറിയോ, ഒരു കട്ടിൽ കിട്ടിയാൽ മതിയെന്ന് കേട്ടാ നമുക്ക് ഒരു കട്ടിൽ മേൽ കിടക്കാൻ പോയിട്ടുണ്ട്. ഇതായിരുന്നു അവരുടെ ആഗ്രഹം. ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വണ്ടിയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇത് നമ്മൾ വിജയിച്ചത് കാണില്ലേ, തെളിവടക്കല്ലേ കാണിച്ചത്. അപ്പൊ അതുപോലെ നമ്മൾ പെട്ടെന്നൊന്നും ആയി കിട്ടിക്കോണമെന്നില്ല, പക്ഷെ നമ്മളെ ശ്രമം അതിലേക്കാവണം. ഞാൻ വന്ന് കുടിച്ചിട്ടുള്ള ഈ ഒരു വഴിയിലാണ് എന്റെ കയ്യിലും അതിനുള്ള സാധ്യതകൾ ദൈവം തന്നിട്ടുണ്ട്. അത് തന്നത് ഇന്നാലിന്റെ വ്യക്തിയിലൂടെയാണ്. അപ്പൊ ആ വ്യക്തിയോടുള്ള ആദരവും അതുപോലെ തന്നെ അദ്ദേഹത്തോടുള്ള ഒരു പ്രത്യേക സന്തോഷങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് എന്റെ കൂടെ വന്ന ആളുകൾ കൂട്ടിപ്പിടിച്ച് ഞാൻ മുന്നോട്ട് പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ആവാൻ പറ്റും എന്നുള്ള ചിന്താഗതിയോട് കൂടി ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം നേടിയെടുക്കാൻ പറ്റും. കണക്ക് കൂട്ടാൻ പറ്റും. അടുത്ത വർഷം ഞാൻ എന്റെ വണ്ടി മാറ്റും, ഞാൻ മറ്റൊരു വണ്ടിയിലേക്ക് മാറും. അല്ലെങ്കിൽ ഇന്ന് വണ്ടി ഇല്ലെങ്കിൽ ഇന്നാലിന്റെ ഡേറ്റിൽ ഞാൻ ഒരു വണ്ടി എടുക്കും. കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റും. വണ്ടി ആർക്ക് കൊടുക്കാൻ പറ്റും? കാരണം ഇപ്പോ പേയ്മെന്റ് തീരെ ഇല്ലാതെ വണ്ടി എടുക്കാന്നാ പറഞ്ഞത്. ഒരു പൈസയും കൊടുക്കാതെ തന്നെ നമ്മളെ ആധാർ കാർഡും കാര്യം കൊടുത്താൽ വണ്ടി കിട്ടും. പക്ഷേ മാസം അതിലേക്കുള്ള അടവും അതുപോലെ തന്നെ അതിൽ നടക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള എണ്ണ ഒഴിക്കാനുള്ള കാശും നമ്മളെടുത്തില്ല. ഞാൻ വണ്ടി വെറുതെ ഷെഡിലാണ് കിടക്കും. പിന്നെ മറ്റൊരു വന്ന് കൊണ്ടുപോകുക ചെയ്യാം. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റാൻ നമ്മൾ ഈ ഒരു ബിസിനസ്സിന് പറ്റും. ഈ ഒരു ബിസിനസ്സിലൂടെ അടുത്ത ആഴ്ച എനിക്ക് 2000 കിട്ടണം എന്നാണ് ചിന്തിച്ചാൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ കിട്ടും. ഇങ്ങനത്തെ ഏത് ബിസിനസ്സാണ് അവിടെ ഉള്ളത്? അതായത് ഒരു കച്ചവടം ചെയ്യണം. നിങ്ങളുടെ നാട്ടിലൊക്കെ കച്ചവടക്കാരില്ല, അവർ രാവിലെ പോകുമ്പോൾ ഇന്ന് എനിക്ക് ഇത്ര കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ആളുകൾ ഓരോരുത്തർ കയറി വന്ന് വാങ്ങിയിട്ട് വേണ്ടേ? ഇതാണ് വല്ലാത്തൊരു സംഭവമായി. അപ്പൊ എല്ലാവരും ചിന്തിക്കുക. ആരും ഒരാളെ ഇതിലൂടെ നമ്മൾ കൂടുതൽ പ്രസ് ചെയ്ത് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നല്ല, ഇത് ഞാൻ ചെയ്യണം എന്നുള്ള ചിന്തയിലേക്ക് എത്തുക. അത് മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ഇത് ചെയ്യണം, ഈ കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ് ഇത് ഞാൻ ചെയ്തേ പറ്റൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കണ്ട് ഇറങ്ങി ചെയ്തോണം. അപ്പൊ നമുക്ക് എല്ലാ തരങ്ങളും ചിന്തിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. നമ്മളൊരു കച്ചവടം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനുള്ള ലാൻഡ് ഉണ്ടാക്കണം. പിന്നെ ഒരു ലേബർ നമുക്ക് ഫുൾ ടൈം ചെയ്യാൻ കഴിയില്ല. ഒരു പണിക്കാരനെ, ഹാഫ് ടൈമിന്റെ പണിക്കാരനെ നമ്മൾ വെക്കേണ്ടി വരും. പിന്നെ അതിലേക്ക് കണ്ടമാനം കാശും വേണം. എന്നാൽ ഇതൊക്കെ നമ്മളെ കമ്പനി ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ചേരി സ്റ്റോർ ചെന്ന് കാണാം, അവിടെ വലിയ തട്ടടിച്ചിട്ട് 2-3 പണിക്കാർ അവിടെ ഉണ്ട്. നമുക്ക് ഒരു ശമ്പളം കൊടുക്കണം, ആളുകൾക്ക് വേണ്ട. നമ്മളെ നേരെ ചെല്ലുക, നമ്മൾ ലിസ്റ്റ്, ഞാനൊക്കെ ലിസ്റ്റ് ഇടുന്ന പോലെ എങ്ങനെ നിങ്ങളെ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ നിന്റെ ഒരാൾക്ക് 10,000 ആണെന്ന് അയാൾ ID നമ്പർ എഴുതും, അയാളെ പേര് എഴുതും, ആ പ്രോഡക്റ്റ് മൊത്തം ഒരു കടലാസ്, അതും ഏത് കടലാസിൽ എഴുതിലറിയാം ഞാൻ കാണിച്ചുതരാം. സ്മേജറായിരുന്നു ഇത് നമ്മളെ മഞ്ചേരി സ്റ്റോറിലുള്ള പേപ്പർ. അതായത് അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് തരുന്ന ആ ഒരു കടലാസ് നിങ്ങൾ കാണില്ലേ, ഈ ഒരു കടലാസ്. ഈ ഒരു കടലാസിന്റെ ഒരു ഭാഗം ഫുള്ള് ബ്ലാങ്ക്, അവിടെ ഒന്നും ഉണ്ടാവും, എഴുത്തുണ്ടാവില്ല. എനിക്ക് അതിന് പോലും ചെലവില്ല. ഞാൻ ഇതിൽ എഴുതും. ഇപ്പോൾ സുബ്രഹ്മണ്യ സാറിന്റെ പേരിൽ മുമ്പ് ID എനിക്ക് ഒരു 5000 രൂപ വാങ്ങി, ഞാൻ പോയി സുബ്രഹ്മണ്യ സാർ ID നമ്പർ വാങ്ങി എഴുതുന്നിട്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ള പേസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് ടോട്ടൽ ചെയ്തിട്ട് ആ ടോട്ടൽ ഇതിന്റെ തലക്കിൽ എഴുതും. അങ്ങനെ ഒരു 5-6 ആളുകളെ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു മഞ്ചേരിക്ക്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ്. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ അത് കറക്റ്റ് ഒരു കൂട്ടി വെച്ച് സിസ്റ്റത്തിലൊക്കെ കയറി ഞാൻ എത്ര സാറെ പൈസ എന്ന് ചോദിക്കും. അതുപോലെ അക്കൗണ്ട് കണ്ടുകൊടുത്ത സാധനം വാങ്ങി പോകും. ഒരു മിനിറ്റ് ഞാൻ അവിടെ നിൽക്കാറില്ല. ഞാൻ വലിയ കച്ചവടക്കാരൻ. എനിക്ക് ആഴ്ചയിൽ 2,10,000 കിട്ടുന്ന ബിസിനസ്സിലാണ് ഞാനുള്ളത്. എന്റെ ബിസിനസ് സ്ഥാപനയുടെ കമ്പനി സ്ഥാപനം റെഡിയാക്കി വെച്ചിട്ട്, പണിക്കാർ റെഡിയാക്കി വെച്ചിട്ട്, എല്ലാം സിസ്റ്റത്തിലാക്കി വെച്ചിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ട പണി എന്താ അറിയോ? ഇത് 4 ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അത് പഠിക്കാനും അത് പറയാനുള്ള അറിവ് നേടുക എന്നുള്ളത് മാത്രമേ ഇത് ചെയ്യാനുള്ളൂ. ഇതിന് കുറെ കാര്യങ്ങളൊന്നും അല്ലാതെ ചെയ്ത് വിഷമിച്ച് വിയർത്തൊലിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതാണ് എനിക്ക് ഈ ബിസിനസ്സിൽ വന്ന ഈ അനുഗ്രഹീത ഒരു വഴിയിലെത്തിയ എല്ലാ വ്യക്തിത്വങ്ങളും ഈ വാക്കായിട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കും. നമ്മളൊക്കെ മലപ്പുറത്തേക്ക് എല്ലാവർക്കും മനസ്സിലാണ് ഭാഷ തന്നെയാണ്. മാത്രമല്ല എന്തെങ്കിലും ആരെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല ലീഡേഴ്സാണ്, എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. അപ്പൊ ഉള്ള കഴിവിനെ പരിപോഷിപ്പിച്ച് പരമാവധി പ്രവർത്തിക്കുക. ഒരു പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു 10 ആൾക്കാരെ കാണാൻ പോകുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാതെ ആരും ചെയ്യാതെ ഉണ്ടാവും. അതൊന്നും നമ്മളെ കുറ്റമില്ല എന്ന് മനസ്സിലാക്കുക. ഈ ആൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അയാൾക്ക് അതിന് സമയമായിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ അവിടെ വെച്ചിട്ട് തൊട്ടടുത്ത ആളത്തേക്ക് പോകാൻ നമ്മൾ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യരുത്? അതിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ കുറെ പറഞ്ഞു നോക്കി, ആരെയും സ്വീകരിക്കണ്ടേ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ പരാജയമാണ്. അത് നമ്മളെ കഴിവുകേടാണത്.
നേരെ കുറച്ച് ഒരു കുടുങ്ങിയ സമയത്ത് ഒരു 10,000 റുപ്യക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കിട്ടൂല എന്ന് കണ്ടാൽ എവിടെയെങ്കിലൊക്കെ തട്ടിപ്പിടിച്ച് ആ പൈസ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ. അപ്പൊ കഴിവില്ലായി ഒന്നുമല്ല, ചെയ്യാനിട്ടാണ്. അപ്പൊ അത്ര അത് വിചാരിച്ചു എവിടെ പോകണമെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു ചാരിറ്റി ഏർപ്പാടിലാണുള്ളത്, എനിക്ക് കിട്ടും, ലോകത്തിനൊക്കെ സഹായിക്കാനും അതുപോലെ തന്നെ ആളുകൾക്ക് ഗുണമുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ പെട്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഉണ്ടാതിരുന്നാൽ പറ്റില്ല എന്നുള്ള ചിന്താഗതിയോട് കൂടി നമ്മൾ ഇറങ്ങിയിട്ട് പ്രവർത്തിച്ചാൽ എന്തായാലും വിജയിക്കും, ഉറപ്പ്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഉൾക്കൊള്ളുക. എന്നെ സംബന്ധിച്ച് ഇത്രയൊക്കെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എന്റെ പരിപാടികളൊക്കെ പോകുന്നത്. അങ്ങനെ പോയി ഏകദേശം ഈ ഒരു വല്ലാതൊന്നുമില്ല, ഏകദേശം ഒരു NTC ആവാന് കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും വല്ലാതെ ദൂരം പോകാതെ NTC ആവും. അങ്ങനെയുള്ള ചിന്താഗതിയിലൊക്കെ ഉള്ളത്. അങ്ങനെ ഓരോ റാങ്കുകളൊക്കെ കയറി നിങ്ങൾ എല്ലാവരും നമുക്കൊക്കെ വലിയ റാങ്കിൽ എത്തിയിട്ട് എന്താവണം, എല്ലാവരും ആ ഉന്നത ലെവലിൽ ഇങ്ങനെ ഒരു വലിയ ഒരു സമൂഹമായിട്ട് മാറണം, നാട്ടിൽ അറിയപ്പെട്ട. കഴിഞ്ഞ പ്രാവശ്യം അങ്കമാലി എന്ന് പ്രിയപ്പെട്ട മുബീൻ മുഹമ്മദ് സാർ പറഞ്ഞൊരു വാക്കുകളെല്ലാം കേട്ടു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എത്ര വണ്ടി വാങ്ങി, നമ്മൾ എത്ര വീടെടുത്തു, നമ്മൾ എങ്ങനെ എത്രത്തോളം ജീവിക്കുന്നു, അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ കാരണമായിട്ട് എത്ര ആൾ വണ്ടി എടുത്തിട്ടുണ്ട്, നമ്മൾ കാരണം എത്ര ആൾ വീട് വെച്ചിട്ടുണ്ട്, നമ്മൾ കാരണം എത്ര ആളുകൾ ജീവിതത്തിൽ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരു കണക്ക് ഒരു ചിന്താഗതിയാണ് ഈ ബിസിനസ്സിലൂടെ കിട്ടുക. ഇത് എവിടെയും കിട്ടാത്ത സംഭവം. അത് മാത്രമല്ല, ഈ ലോകത്തു നിന്ന് തിരിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു, ആ ഒരു വ്യക്തിയിലൂടെയാണ് ഈ ഒരു ബിസിനസ് അവസരത്തിൽ ഞാൻ എത്തിയത്, അയാളാണ് ഇതിന് കാരണം എന്ന് എന്നും ഓർക്കുന്ന ഒരു ബിസിനസ് അവസരം കൂടിയാണ്. അത് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഇതിൽ വന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാനുള്ളവർക്കും, ഇന്ന് വരാൻ വിചാരിച്ചിട്ട് പല നിലക്കും വരാൻ കഴിയാതെ ഈ മീറ്റിംഗിൽ കയറാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ വിജയം ആശംസിക്കുക. നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നല്ല കാര്യം പറഞ്ഞതിന് എന്താ പോയപ്പോ എല്ലാവരോടും നല്ലത് തന്നെ പറയാം, എല്ലാവരോടും ചിരിക്കുക, എല്ലാവരോടും നല്ല എന്താ പറയുക, എപ്പോഴും ആ ഒരു അവസ്ഥയിൽ എത്തിയാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. എന്നാലോ അത് കാണുന്ന അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. നമ്മൾ മുഖേന ആരെങ്കിലും ഒക്കെ സന്തോഷിച്ചാൽ അതിലും വലിയ സന്തോഷം ദുനിയാവിന്റെ മുകളിൽ ഇനി എന്താണുള്ളത്. ഏതാണ് ഇന്നത്തെ ഒരു മീറ്റിംഗ് ക്ഷണിച്ചവർക്കൊക്കെ ഇത് കേട്ട് ശ്രമിച്ച നിങ്ങൾക്കും എന്നെ ക്ഷണിച്ചവർക്കൊക്കെ നന്ദിയും കടപ്പാടടിച്ചു നിർത്തുകയും ചെയ്യും. ജയ് മേ ലക്ഷ്യം മാർക്കറ്റിംഗ്.